വർഷത്തിലെ അവസാന വാരം ഇതാ വരാൻ പോകുന്ന വർഷത്തിലെ നേട്ടങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ബ്രോക്കറേജ് ഇനിയും 28% അപ്സൈഡ് ടാർഗറ്റ് നൽകിയ സ്റ്റോക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ മാസം ഈ ഓഹരിക്ക് ഡോ ജോൺസ് സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൽ കൂടി സ്ഥാനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായി. അതെ, ഇനിയും 28% മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഈ സ്റ്റോക്ക് നമുക്ക് എന്താണെന്ന് അറിയണ്ടേ? അതാണ് UPL. HSBC ആണ് ബൈ റേറ്റിംഗ് നൽകിയത്. ടാർഗറ്റ് വിലയായി 750 രൂപയാണ് നമുക്ക് ടാർഗറ്റായി 750 രൂപയാണ് പരിഗണിക്കപ്പെടുന്നത്. UPLനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആനുവൽ റവന്യൂ $6 ബില്യൺ മേലെയാണ് കമ്പനി ഈ ഒരു സമാഹരിക്കാൻ സാധിച്ചത്. ഏറ്റവും വലിയ കാർഷിക പരിഹാര സ്ഥാപനങ്ങളിൽ ഒന്നാണ് UPL. നോക്കുകയാണെങ്കിൽ നല്ല ഒരു മുന്നേറ്റം തന്നെയാണ് ഇത്തരം ഒരു ഫണ്ടമെന്റൽ ഗ്രോത്ത് ആസ്പെക്റ്റുകളിൽ നമുക്ക് UPL കാഴ്ചവെച്ചിരിക്കുന്നത്. 130-ൽ അധികം രാജ്യങ്ങളിൽ കമ്പനി പ്രസിദ്ധി നേടിയിരിക്കുന്നു. വന്നിരുന്ന പാദഫലങ്ങളിൽ വളരെ മികച്ചതായിരുന്നില്ല. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുകയും കടം വളരെയധികം ഏറിപ്പോയിരിക്കുമെന്ന് അനലിസ്റ്റ് രേഖപ്പെടുത്തലുണ്ടായിരുന്നു. 26,200 കോടിയാണ് കമ്പനി രേഖപ്പെടുത്തിയ കടം. ഈ ഏറിപ്പോയ കടങ്ങളുടെ ആശ്വാസം തേടുന്ന UPL ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്. കമ്പനി പിന്നീട് കോസ്റ്റ് റിഡക്ഷൻ പദ്ധതി കൊണ്ടുവരികയും $100 മില്യൺ അഥവാ 8,304 കോടി 2 വർഷം കാലയളവിനുള്ളിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നും നമുക്ക് കമ്പനി രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. അതായത് ഇത്രയും ഒരു കോസ്റ്റ് കട്ടിംഗ് മൂലം $100 ലാഭിക്കാൻ പറ്റുമെന്ന് കമ്പനി രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. എന്നാലും മൊത്തം കടത്തിൽ നിന്ന് ഇനിയും 18,000 കോടി ബാക്കി. ഇനി വരാനിരിക്കുന്ന വർഷത്തിൽ ഇനിയും ആശ്വാസം തേടി കണ്ടെത്തി നിക്ഷേപകർ. അപ്പോൾ ഇതാ പുതിയ ശുഭവാർത്തയുമായി കമ്പനി ഈ മാനേജ്മെന്റ് രംഗത്തിറങ്ങി. ഇന്നത്തെ ആ ഒരു വാർത്തയെ പറ്റി ശ്രദ്ധിക്കാം. 4,200 കോടിയോളമാണ് ഫണ്ട് റേസിംഗുമായി കമ്പനി വന്നത്. ഇത്തരം ഒരു നല്ലൊരു വാർത്തയിൽ മൂലമാണ് നല്ല ഒരു ഫണ്ടമെന്റൽ ഗ്രോത്ത് ആസ്പെക്ട് ബ്രോക്കറേജസ് വിലയിരുത്തുകയും ഇനി നമുക്ക് ആ ഒരു ഫണ്ടമെന്റൽസ് ഇനി ഗ്രോത്ത് ഇനി ചെയ്യുമെന്നും ഇനി നമുക്ക് ബൈ റേറ്റിംഗ്സ് വലിയൊരു കാരണം തന്നെയായി മാറി. ഈ ഫണ്ട് റേസിംഗ് റൈറ്റ് ഇഷ്യൂ മൂലമായിരിക്കുമെന്നും ബോർഡ് മീറ്റിംഗ് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇത്തരം ധനസമാഹരണത്തിൽ മിച്ചം അവരുടെ കടങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാകുമെന്നും അനലിസ്റ്റുമാർ രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു പ്രൈസിലും കറണ്ട് മാർക്കറ്റ് പ്രൈസിലും അട്രാക്റ്റീവ് പ്രൈസ് ആണെന്ന് HSBC ബ്രോക്കറേജസ് രേഖപ്പെടുത്തി. UPL ഈ കഴിഞ്ഞ പാദബലത്തിൽ തന്നെ നഷ്ടമായ 189 കോടിയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസായി താരതമ്യപ്പെടുത്തുമ്പോൾ 814 കോടി ലാഭമായിരുന്നു കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. മാനേജ്മെന്റ് കമന്റേറ്ററി ആവട്ടെ ഇനി മുമ്പോട്ട് 2024 വരും വർഷത്തിൽ വരുമാന വളർച്ചയ്ക്ക് സാധ്യത കുറവാകുന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 5% ഇടിവ് കാണാൻ സാധിക്കുമെന്ന് മാനേജ്മെന്റ് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു ലോസിലോട്ട് പോയിരുന്ന കമ്പനി ഇനി തിരിച്ചു വരവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ആ ഒരു രേഖപ്പെടുത്തൽ, മാനേജ്മെന്റ് തീരുമാനങ്ങൾ അനലിസ്റ്റുമാരും ബ്രോക്കറേജസും വിലയിരുത്തുന്നത്. അതിനാൽ തന്നെയാണ് നമുക്ക് 28% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇനി കാണാൻ സാധിക്കുമെന്നും ഈ ഡെപ്റ്റ് കുറയുമ്പോൾ ഇനിയും അവർക്ക് കുറേ ആശ്വാസം നൽകുമെന്നും അവർക്ക് ഫണ്ടമെന്റൽ ഗ്രോത്ത് ആകുമെന്നുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു വർഷത്തെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 780 രൂപയാണ് ഈ 52 വീക്ക് ഹൈ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഈ വർഷം നമുക്കറിയാം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഒട്ടുമിക്ക സ്റ്റോക്കുകളും ആവട്ടെ എല്ലാ സൂചികകളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ UPLനെ പറ്റി സംസാരിക്കുമ്പോൾ വളരെ അണ്ടർ പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. 18.27% ഇടിവാണ് ഒരു വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി ആവട്ടെ ഇനിയും ഒരു ഈക്വൽ വെയിറ്റ് സ്റ്റാൻസ് നൽകുന്നു. ടാർഗറ്റ് വിലയായി 590 ആണ് പരിഗണിക്കാൻപ്പെടുന്ന മോർഗൻ സ്റ്റാൻലി രേഖപ്പെടുത്തിയിരുന്നു. HSBC ഇനിയും 28% ടാർഗറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ലോസ് മേക്കിംഗ് കമ്പനി ഇനി നമുക്ക് തിരിച്ചു വരവിന് ഉണർവ് സാധ്യതയുമായിട്ട് 2024 ഇനിയും നമ്മൾ 28% അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കുമെന്നും ഇനിയും നമുക്ക് ഇത്രയും അധികം അണ്ടർ പെർഫോമൻസ് ചെയ്തൊരു കമ്പനി തന്നെയാണ് ഈ നമുക്ക് ടെക്നിക്കൽ ഒരു പ്രൈസ് ടാർഗറ്റ് ടേംസിൽ പറയുകയാണെങ്കിൽ ഇനിയും നമുക്കൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽസ് രേഖപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇത്രയും എല്ലാം ഒരു ഒട്ടുമിക്ക സൂചികളുമാവട്ടെ സ്റ്റോക്കുകളുമാവട്ടെ
ആവട്ടെ നമുക്ക് ഇത്രയും ഓവർ ബോട്ട് കാറ്റഗറിയിൽ നിൽക്കുമ്പോൾ ഇനി നമുക്ക് അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കുകളും ഈ ഫണ്ടമെന്റൽ ഗ്രോത്ത് ആസ്പെക്ട്സ് കാണിക്കുന്ന സ്റ്റോക്കുകളുമാണ് ബ്രോക്കറേജസ് ഇനിയും ബുള്ളിഷ് ആവുന്ന സ്റ്റോക്കുകൾ തന്നെയാണ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് തേടി കണ്ടെത്തുന്നത്. നമുക്കിനി ടെക്നിക്കൽ ആസ്പെക്റ്റോട്ട് വരാം. നമുക്കറിയാം എന്താണ് നമുക്ക് ഈ ബ്രോക്കറേജസും ആവട്ടെ എക്സ്പേർട്സും ആവട്ടെ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് വിലയിരുത്തുന്നത്. നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സ്റ്റോക്കുകളും 52 ആഴ്ചയിലെ ഉയരത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരു ഓഹരിക്ക് 2021 ജൂൺ മുതൽ ഇന്ന് വരെ ഈ 2023 ഡിസംബർ വരെ 39% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രത്തോളം അണ്ടർ പെർഫോമൻസ് ആണ് ഇത്രത്തോളം ഒരു സ്റ്റോക്കിന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇത്തരം ഒരു ഫണ്ടമെന്റൽ ഇനി ഗ്രോത്ത് കാരണം ഒരു അപ്സൈഡ് സ്റ്റോറിയായി മാറിയേക്കാം ഇനി UPL. നോക്കുകയാണെങ്കിൽ നമുക്ക് ജനുവരി 2023 മുതൽ 2013 മുതൽ 2021 വരെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച ഓഹരി തന്നെയായിരുന്നു. 895% റിട്ടേൺസ് നൽകിയ ഓഹരിയാണ് 2 വർഷം കാലയളവിൽ ഇത്തരം ഒരു അണ്ടർ പെർഫോമൻസ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇത്തരം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽസ് ആണ് ഇനി ബ്രോക്കറേജസ് വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ഇനി നമുക്ക് ഈ ഒരു ടാർഗറ്റ് നമ്മൾ ടെക്നിക്കൽ ആസ്പെക്ട് വഴി നോക്കുകയാണെങ്കിൽ സ്മോളർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നല്ലൊരു മുന്നേറ്റം നമുക്ക് നവംബർ മാസം മുതൽ കാണാൻ സാധിക്കുന്നു. നവംബർ മാസം മുതൽ കഴിഞ്ഞ മാസം മുതൽ ഈ മാസം വരെ ഒരു 16% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത്. ഇത്തരം ഒരു ഓഹരിയുടെ കറണ്ട് മേജർ സപ്പോർട്ടായിട്ട് 567 നമുക്ക് അപ്സൈഡ് ടാർഗറ്റ് പൊട്ടൻഷ്യൽസ് ആയിട്ട് തീർച്ചയായിട്ടും ബ്രോക്കറേജസ് നൽകിയ ഒരു ടാർഗറ്റ് തന്നെ നമുക്ക് 750, അതായത് 28% അപ്സൈഡ് പൊട്ടൻഷ്യൽസ് പരിഗണിക്കാമെന്ന് അനലിസ്റ്റ് രേഖപ്പെടുത്തുന്നു.